കോൺഫിഡൻസ് സ്പീക്കർ ഫ്രീ ക്ലാസ് നമ്പർ 4. പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ പ്രസംഗത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ എന്താണെന്ന് അറിയാമോ? നമ്മുടെ വോയിസ്? നോ. ബോഡി ലാംഗ്വേജ്? നോ. കോണ്ടന്റ്? നോ. പിന്നെന്താ? അതാണ് പോസ്. PAUSE, പൗസ് എന്നോ മറ്റേ പറയാം. നിശബ്ദത. വാക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ സെന്റൻസുകൾക്കിടയിൽ നമ്മൾ വെക്കുന്ന പൗസ് പവർ. നിശബ്ദതയ്ക്ക് ഭയങ്കര പവറാണ്. കാരണം നിങ്ങൾ പറയുന്ന വാക്കുകളുമായിട്ട് കണക്ട് ചെയ്യുവാൻ ഓഡിയൻസിന് കിട്ടുന്ന ഒരു സമയം, നിങ്ങളുമായി കണക്ട് ചെയ്യുവാൻ കിട്ടുന്ന സമയം, ചിന്തിക്കുവാൻ കിട്ടുന്ന സമയം, നിങ്ങൾക്ക് പോലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം ഒന്ന് ആലോചിക്കുവാൻ കൂടി കിട്ടുന്ന സമയമാണ് ഈ പോസ് പവർ, നിശബ്ദത. ഓക്കെ, നോക്കാം. ഒരു സെന്റൻസ്. നിങ്ങളുടെ ജീവിതം മാറി മറയും ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുത്താൽ. ഞാനിവിടെ പോസ് വളരെ കുറച്ചേ കൊടുത്തുള്ളൂ, സൈലൻസ്. ഇതിന് ഞാനൊന്ന് മാറ്റി പറയുകയാണ്. നിങ്ങളുടെ ജീവിതം മാറി മറയും ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുത്താൽ. നോക്കൂ, അവിടെ എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ ഒരു പോസ് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ശൈലി മാറിയത് കണ്ടോ? മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. നിലാവുള്ള രാത്രിയിൽ അവളുടെ കൈപ്പിടിച്ച് നടക്കുമ്പോൾ അവൻ അവളുടെ കാതിൽ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇത് പോസ് പവർ കൊടുത്ത് നോക്കാം. ഓക്കെ, റെഡി. നിലാവുള്ള രാത്രിയിൽ അവളുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ അവൻ അവളുടെ കാതിൽ പറഞ്ഞു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സെന്റൻസ് ഇതുപോലെ നിശബ്ദത വെച്ചും ഇല്ലാതെയും ഒന്ന് പറഞ്ഞു നോക്കിയാൽ, പോസ് പവർ വെച്ചും പോസ് പവർ ഇല്ലാതെയും ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് കമന്റിൽ വന്നിട്ട് പറയണം കേട്ടോ. അപ്പോൾ അടുത്ത ഫ്രീ ക്ലാസ്സിന് വേണ്ടി നാളെ ഇതേ സമയം കാത്തിരിക്കുക. ബൈ.